ടേംസ് ഓഫ് റെഫറൻസിനെ പറ്റിയുള്ള മുനമ്പം സമരസമിതിയുടെ ഒരു പ്രതികരണം എന്താണ്? വന്ന ഉടനെ തന്നെ ഞങ്ങള് വികാരിയച്ഛൻ ഫാദർ ആന്റണി സേവ്യർ തറയിലും സെബാസ്റ്റ്യൻ പാലക്കൽ ചെയർമാനും ഞാനും എക്സിക്യൂട്ടീവുകളും ചേർന്നിരുന്നു. ആ മീറ്റിങ്ങിൽ ഇത് സ്വാഗതാർഹമാണ് എന്നാണ് അച്ഛൻ പ്രതികരിച്ചത്. കാരണം 1902 തിരുവിതാംകൂർ രാജാവിന്റെ പാട്ടത്തിന് കൊടുത്ത അത് വടക്കേക്കര വില്ലേജിൽ പറവൂർ താലൂക്കിൽ 18-1 സർവേ നമ്പറിൽപ്പെട്ട ഭൂമിയാണ്. ആ ഭൂമിയുടെ ഇപ്പോഴത്തെ സ്ഥിതി, വ്യാപ്തി, അതേപോലെ തന്നെ അതിന്റെ അവസ്ഥ, ഈ 3 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അത് നോക്കുമ്പോൾ അതിന്റെ ഒരു മേജർ ഭാഗവും കടലിലാണ്. ബാക്കി ഇവിടെയുള്ളത് 114 ഏക്കർ മാത്രമാണ്. ആ 114 ഏക്കർ ഭൂമി 610 കുടുംബങ്ങൾ താമസിക്കുന്നതാണ്. അതായത് 1989, 90 മുതൽ 93 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ ആളുകൾ ഫറൂഖ് കോളേജിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. അത് വ്യക്തമായി, ബാക്കിയുള്ളതെല്ലാം കടലിൽ ഒലിച്ചു പോയിട്ടുള്ളതാണ്. ആ ഒരു കണക്കെടുക്കാൻ ഒരു നീണ്ട കാലാവധി, നീണ്ട ടൈം ആവശ്യമില്ല. ഓരോ വ്യക്തികളുടെ ആധാരങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം ആ ഉണ്ടായിരുന്ന 1980-കളിലാണ് സീവാള് വരുന്നത്. സീവാള് വരുമ്പോൾ അതിനു മുൻപ് നടത്തിയ സർവേയിലാണ് 1962 തുടങ്ങി 71 2 പ്രാവശ്യം ഈ ഭൂമി അളന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം 114 ഏക്കർ ഭൂമിയും 60 ഏക്കർ വെള്ളവും മാത്രമേ അത് കാണുവാൻ സാധിച്ചിട്ടുള്ളൂ. ആ ഭൂമി തന്നെയാണ് വിറ്റിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് ഒരു വലിയ വിഷയം ഉണ്ടാകേണ്ട ആവശ്യമില്ല. പിന്നെ വഖഫ് ബോർഡിലേക്ക് ഇത് എഴുതിയെടുത്തിരിക്കുന്നത് 2019-ലാണ്. വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുത്തിരിക്കുന്നത് ഏത് പ്രകാരം ഇവിടത്തെ ആളുകളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ സാധിക്കും എന്ന് ഗവൺമെന്റിന് ഒരു ഉപദേശം കൊടുക്കാനാണ് ഈ കമ്മീഷൻ വന്നിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. അത് ഗവൺമെന്റിന് കൊടുക്കുമ്പോൾ ഗവൺമെന്റ് ഉചിതമായ തീരുമാനമെടുത്ത് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരും. അത് എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. അത് സ്ഥാപിച്ചു തരുന്നതോടൊപ്പം നിയമപരമായ കാര്യങ്ങൾ ആ റഫറൻസ് ഗവൺമെന്റിന് കിട്ടിക്കഴിഞ്ഞാൽ തുടർന്ന് ഗവൺമെന്റിന് ആക്റ്റീവ് ആകാൻ സാധിക്കും. അതിനു മുൻപേ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടും. കാരണം സ്റ്റേ വന്നത് വഖഫ് ബോർഡ് അഫിഡാവിറ്റ് കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഇത് വഖഫ് ബോർഡിലേക്ക് എഴുതിയിരിക്കുന്നത്. പക്ഷെ അഡ്വക്കേറ്റ് ജനറലിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് പരിശോധിക്കേണ്ടതാണ് എന്നൊരു റിപ്പോർട്ട് അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ റവന്യൂ അവകാശങ്ങൾ കീഴ്ക്കോടതിയുടെ വിധി പുനഃസ്ഥാപിച്ച് കൊടുക്കേണ്ടതാണെന്നുള്ള ഒരു കൗണ്ടർ അഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിധി നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടും. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോൾ അടിയന്തിരമായിട്ട് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചും കിട്ടും. സർക്കാരിന് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് സർക്കാർ ട്രൈബ്യൂണലിലും അതേപോലെ കേസുകളിലും ഒരു തീർപ്പുണ്ടാക്കി കിട്ടും. ഇതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയൊരു പ്രശ്നം ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പം ജനതയ്ക്ക് അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിലേക്ക് സമർപ്പിക്കുന്നു. സർക്കാർ ഒരു അനുകൂലമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കും എന്ന് നാം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആ ഒരു തീരുമാനം നിലവിലെ ഒരു നിയമ സാഹചര്യത്തിൽ ഈ വഖഫ് ബോർഡിന് മേൽ ഒരു ബൈൻഡിങ് ആയിട്ടുള്ള ഒരു തീരുമാനം അല്ലല്ലോ. അപ്പോൾ വീണ്ടും ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു, സർക്കാർ നിർദ്ദേശം കൊടുക്കുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും ഈ പന്ത് വഖഫ് ബോർഡിന്റെ കോർട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ല. അതൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ? അത് അടിയന്തിരമായി നമ്മുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതോടൊപ്പം ഇത് കോടതിയിൽ കേസ് നടക്കുകയാണ്. ആദ്യം ട്രൈബ്യൂണലിൽ കേസ് നടക്കുന്നു. ആ ട്രിബ്യൂണൽ വിധി വഖഫ് ബോർഡിന്റെ ആണെന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെ അതിനെ എന്ത് ചെയ്യാം, സർക്കാരിന് അപ്പീലിൽ പോകാം. അതല്ലെങ്കിൽ തന്നെ 2 കാര്യങ്ങളുണ്ട്. ട്രൈബ്യൂണലിനെ കോടതി വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ പോവാം. അപ്പോഴും ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കല്ലോ, കോടതിയിൽ കേസ് നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നം വരുന്നില്ല. കേസ് നടന്നിട്ടുണ്ടെങ്കിലും ഇതിന്റെ മൂലാധാരം 1950-ലെ ആധാരത്തിൽ പറയുന്നു ക്രയവിക്രയ സർവ്വ സ്വാതന്ത്ര്യത്തോടും കൊടുത്ത ഭൂമിയാണ്. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ അവശേഷിച്ചാൽ എനിക്കും എന്റെ സന്തതി പരമ്പരകൾക്കും ഇത് തിരിച്ചെടുക്കുന്നതിനുള്ള അവകാശവും അധികാരവും ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത് ഇപ്പൊ നമുക്ക് കുറെ കാര്യങ്ങളും കൂടി വ്യക്തമാവുന്നുണ്ട്. 1948-ൽ ഫറൂഖ് കോളേജ് സ്ഥാപിക്കുമ്പോൾ അഫിലിയേഷനെ അപേക്ഷിച്ചത് മദ്രാസ് സ്റ്റേറ്റിലാണ്.
മലബാർ യൂണിവേഴ്സിറ്റി, എനിക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ട്, മദ്രാസിൽ ആ അപേക്ഷിക്കുന്ന സമയത്ത് 5 ലക്ഷം രൂപയാണ് അവരെ ആവശ്യപ്പെട്ടത് അഫിലിയേഷന് വേണ്ടിയിട്ട്. അത് ഇല്ലാതിരുന്നതിന്റെ പേരിൽ പലരിൽ നിന്നും സ്വത്ത്, ഇപ്പൊ ഇത് 1 ലക്ഷം രൂപയുടെ ആസ്തിയുള്ള ഒരു സ്വത്തായിരുന്നു 4 ഏക്കർ. അതേപോലെ പല സ്വത്തുക്കളും കാണിച്ചാണ് അവർ അഫിലിയേഷന് അപേക്ഷിച്ചത്. എന്നിരുന്നാലും കേരള പുതിയ സ്റ്റേറ്റ് പിറന്നതിന് ശേഷമാണ് കേരള സർവകലാശാലയിൽ നിന്നാണ് ഫറൂഖ് കോളേജിന് അഫിലിയേഷൻ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയൊരു ക്ലാരിഫിക്കേഷൻ, ഒരു പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചുണ്ടാവില്ല. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടുക, വഖഫ് ബോർഡിന്റെ ആസ്തി വിവരത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാറ്റി കിട്ടുക. അത് ഈ ഡീഡ് കൃത്യമായി പരിശോധിച്ചാൽ അറിയാൻ പറ്റും. 1950 വരുന്നത് തന്നെ വഖഫ് ആക്ട് എന്ന് പറഞ്ഞാൽ 1923 മുസൽമാൻ ആക്ട് ആണ്. ആ ആക്ടിലും പറയുന്നത് പെർമനന്റ് ഡെഡിക്കേഷൻ ആണ്. അപ്പൊ 1950 മുസൽമാൻ ആക്ട് പരിശോധിക്കുമ്പോൾ ഇത് പെർമനന്റ് ഡെഡിക്കേഷൻ അല്ല, അതുകൊണ്ട് കണ്ടീഷണലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടും.